ക്യാപ്റ്റൻ മില്ലർ സിനിമ. അതായത് സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് മാസ് പടമാണ് നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ ക്യാപ്റ്റൻ മില്ലറിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് ടിക്കറ്റ് കാശ് മുതലാവണ സിനിമ അങ്ങനെ വേണം പറയാൻ അതിനെ. അതിൽ പെർഫോമൻസിൻ്റെ കാര്യമുണ്ടല്ലോ, ധനുഷ് നല്ല കിടലായിട്ട് ചെയ്തു. ധനുഷിനെ പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ശിവരാജ് കുമാർ. എൻ്റെ പൊന്നു ക്ലൈമാക്സ് അല്ല, സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയും ആ ബീജിയമും കൂടി കേൾക്കുമ്പോൾ 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് ലാഭമാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 300 രൂപയ്ക്കെന്ന് ഉദ്ദേശിച്ചത് ഇരട്ടി പൈസയ്ക്ക് ടിക്കറ്റ് എടുത്താലും ലാഭമാണ്. കാരണം അതിനുള്ളൊരു തിയേറ്റർ വാച്ചാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. എന്തുകൊണ്ടും എനിക്കിഷ്ടപ്പെട്ടു. 2024 തമിഴ് ഒരു ബമ്പർ ഹിറ്റ് അങ്ങനെ വേണം പറയാം. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതിലെ ബി ജി എം ഞാൻ പറഞ്ഞല്ലോ, ബി ജി എം നല്ല കിടലായിട്ടുണ്ട്. പിന്നെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഒരു തിരക്കേടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു 4K എഫക്റ്റ് കിട്ടണ ഒരു സീൻസ് അതിൽ എനിക്ക് തോന്നിയില്ല. വേറെ പിന്നെ പറയുന്നതെങ്കിൽ പിന്നെ പാട്ടുകളുടെ നല്ലൊരു കുറവ് ആ പടത്തിലുണ്ട്. നല്ല പാട്ടുകൾ അതിൽ കുറവുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാമെന്നുള്ള എല്ലാ സംഭവം ഉണ്ട് ക്യാപ്റ്റൻ മില്ലർ. അപ്പോൾ കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ പറയൂ.